നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. ഒരു മൺചട്ടി ചൂടാക്കിയതിന് ശേഷം അതിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ അത്യാവശ്യം ചൂടായതിന് ശേഷം അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 ചേർക്കാം. പിന്നെ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ഇട്ടിട്ട് നന്നായി വഴട്ടാം. അത് നമ്മൾ നീളത്തിൽ വേണം അരിയാൻ. പിന്നെ വെളുത്തുള്ളി, നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി അത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂക്കണം, ഒരു ബ്രൗൺ കളർ ആവണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു 3 സവാള അരിഞ്ഞത്, വലിയ സവാള ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, വലിയ 3 സവാള. അപ്പോൾ ചെറിയ സവാള ആണെങ്കിൽ ഒരു 4-5 എടുക്കാം. സവാള നന്നായി വഴറ്റിയെടുക്കണം. എല്ലാവർക്കും അറിയാലോ, സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസസ് ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടതുകൊണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ മീൻകറി, ചിക്കൻ കറിയൊക്കെ വീട്ടിൽ വയ്ക്കുമ്പോൾ മൺചട്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവും, കുറച്ച് ബെറ്ററായിരിക്കും. മൺചട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ല അടി കട്ടിയുള്ള വേറെ പാത്രമായാലും മതി. അപ്പോൾ അതേപോലെ നമ്മൾ ചിക്കൻ കറിയിൽ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാക്കിയിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മളിപ്പം ഒരു 1.5 തക്കാളി, ഇങ്ങനെ 3 വലിയ സവാള, അതുപോലെ 1.5 തക്കാളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളി ഉള്ളിയും കൂടി നന്നായി വഴന്ന് കിട്ടണം, നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടണം. ഇതിലോട്ട് ഞാനൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണ് ഇത്, ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച മുളക് പൊടിയാണ്. ഇട്ടിട്ട് നന്നായി വഴറ്റാം. എപ്പോഴും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ മസാല ഇട്ടതിന് ശേഷം നമ്മൾ മസാല ഒന്ന് നമ്മുടെ ഉള്ളിയിലും തക്കാളിയിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് മാറിക്കിടണം. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1 കിലോൻ്റെ അടുത്തൊരു 900 ഗ്രാം ചിക്കൻ ഉണ്ട്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കറി പീസ്. ചിക്കൻ എപ്പോഴും നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അതേപോലെ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമ്മളൊന്ന് ജസ്റ്റ് ഈ മസാലയിലൊന്ന് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മസാലയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ആവി കയറ്റുക. ആവി കയറ്റിയിട്ട് അപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ മെല്ലെ വെള്ളം ഇറങ്ങുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ അടച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാൻ മറന്നു. നേരത്തെ നമ്മൾ ഉള്ളി, തക്കാളി, നമ്മുടെ മസാല എല്ലാം വഴറ്റിയിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കണം. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ചിക്കൻ കറിയുടെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് അതൊന്ന് അരച്ചിട്ട് ചേർക്കും, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. കാരണം ഇതിൽ നമ്മൾ തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൊഴുപ്പ് ആ ഉള്ളിയും തക്കാളിയിലൂടെ മാത്രമാണ്. അപ്പോൾ അത് മറക്കരുത്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ എന്താ, നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളൊന്ന് ഇതിലോട്ട് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ താളിപ്പ് ചേർക്കണം, അതുപോലെ നമ്മുടെ അരച്ച് വെച്ച മസാല ചേർക്കണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം ചെറിയുള്ളി, നല്ല സ്ലൈസ് ചെയ്തിട്ടുള്ള ചെറിയുള്ളി ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൽ ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. അപ്പം ചെറിയുള്ളി ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കും. ചെറിയുള്ളി ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ താളിപ്പിന് ചെറിയുള്ളി യൂസ് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ട്, നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അതിന് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. കറുവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് കുരുമുളക് പൊടി, പിന്നെ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാല പൊടി. ഇത് 3 നമ്മൾ ഫിനിഷിങ്ങിൽ ആഡ് ചെയ്യണം ഈ കറിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുന്ന സമയത്ത് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്യും. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.